ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. കഥയുടെ ആരംഭത്തിൽ ആ ബിൽഡിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഇതേ നേരം തന്നെ പെട്ടെന്ന് അവിടുത്തെ അലാറം അടിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി എണീക്കുകയാണ്. അവരുടെ ഫോണിലോട്ട് മെസ്സേജ് വരാണ്, ഒരാൾ മരിച്ചെന്ന് പറഞ്ഞിട്ട്. ആരാന്ന് മനസ്സിലായി കാണുമല്ലോ, അതാരാണ്? അതായത് മറ്റേ ആ മലയിൽ വെച്ച് ഒരു പയ്യൻ മരിച്ചില്ലേ, കൈ പിടിച്ചു നിന്നപ്പം ഒരാൾ കൈ വിട്ടിട്ട് പോയി വീണില്ലേ, ആ പയ്യനില്ലേ, അത് ആരാന്ന് മനസ്സിലായോ? ആ സ്പോർട്സ് ടീമിലില്ലേ, അതിനകത്ത് രണ്ടാമനാ മരിച്ചു പോയത്. എന്തായാലും മറ്റേ ആൾക്കാർ, അതായത് പോയ ആൾക്കാരില്ലേ, പ്രസിഡന്റും കൂട്ടരും ആണെങ്കിൽ തിരിച്ചു വന്നേക്കുകയാണ്. അങ്ങനെ നേരെ ആ ബിൽഡിങ്ങിൽ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിക്കൂടാണ്. എന്തായി, ആ ഗ്രാമത്തിനെ കണ്ടുപിടിക്കാൻ പറ്റിയോ, രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ അവർ വന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇവരുടെ മുഖഭാഗം വെച്ച് തന്നെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ആ ഗ്രാമം കണ്ടുപിടിക്കാനും പറ്റിയില്ല, ആ ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റിയതും ഇല്ലാന്ന്. അപ്പൊ പ്രസിഡന്റ് പറയുന്നുണ്ട്, നമ്മൾ ആ ഗ്രാമം തേടി പോയ സമയത്താണെങ്കിൽ പകുതി വരെ ആ ലൈൻ വെച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വഴിയില്ല. ഇനി നമ്മൾ മുമ്പോട്ട് പോവാണെങ്കിൽ എന്തായാലും നമ്മളെല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകാഞ്ഞത്. അപ്പൊ ചുമ്മാ ആ കാട്ടിലോട്ട് വഴി കൊടുത്തതാണ് കേട്ടോ, അങ്ങോട്ട് പോയിട്ടും കാര്യമില്ലെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ റൂമിലിരുന്ന് കരയുകയാണ്. കൂട്ടുകാരി പെൺകുട്ടി ഉണ്ട് കേട്ടോ. ഹീറോയിൻ എന്തിനാ കരഞ്ഞെന്ന് മനസ്സിലായോ? ഹീറോയിൻ ആണ് ഈ സ്ഥലത്തോട്ട് ടൂർ വരാന്ന് എല്ലാവരുടെ അടുത്ത് പറഞ്ഞത്. അതെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. വേറെ ഏതോ ഒരു സ്ഥലത്തോട്ടാണ് ഇവർ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇവൾ ഈ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങോട്ടാണ് വന്നത്. അപ്പം അതിന്റെ ഒരു കുറ്റബോധം ഹീറോയിൻ ഉണ്ട് കേട്ടോ. അതായത് ഹീറോയിൻ കാരണമാണോ ഇത്ര ആൾക്കാർ മരിച്ച എന്നൊരു കുറ്റബോധം. ഇത് കണ്ട കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ഹീറോയിനെ സമാധാനപ്പെടുത്തുകയാണ്. നീ കാരണമൊന്നുമല്ല ഇങ്ങനെ വന്നത്, അല്ലെങ്കിലും ആൾക്കാർ മരിക്കേണ്ടതാണ്. അവരെല്ലാരും കൂടെ തീരുമാനം എടുത്തിട്ടല്ലേ നമ്മളെല്ലാരും ഇങ്ങോട്ട് വന്നത്, അല്ലാതെ നിന്റെ മാത്രം തെറ്റൊന്നുമല്ല. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇനിയുള്ള കാര്യങ്ങൾ നോക്ക്, കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയുള്ള ആൾക്കാർ മരിക്കാതെ നോക്കിയാൽ മതിയെന്ന് ഈ കൂട്ടുകാരി പെൺകുട്ടി ഹീറോയിന്റെ അടുത്ത് പറയുകയാണ്. ഇതിനുശേഷം സ്റ്റാഫ് റൂം ആണ് കേട്ടോ കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ പ്രസിഡന്റ് ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ ലാൻഡ് ലൈനിലോട്ടും ഫോൺ കോൾ വരികയാണ്. അപ്പം അതെടുത്ത് നോക്കുന്ന സമയത്ത് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ പ്രസിഡന്റ് ആണെങ്കിൽ പലതവണ ഹലോ ഹലോ പറഞ്ഞു നോക്കുന്നുണ്ട്, എന്നാൽ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടുകാരി പെൺകുട്ടിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർ ചെയ്തിട്ട് പുറത്തിറങ്ങി വന്നേക്കാണ് പ്രസിഡന്റിനെ കാണാനായിട്ട്. അപ്പം അവരങ്ങോട്ട് വരുന്ന നേരത്ത് ഒരു പയ്യനെ കാണുന്നുണ്ട് കേട്ടോ. ആ പയ്യൻ ആരാന്ന് മനസ്സിലായോ? നേരത്തെ ഒരു പയ്യൻ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചില്ലായിരുന്നോ പൈസ റൗഡി പയ്യന്മാരുടെ അടുത്ത്? അവന്റെ കൂടെ ഒരു പയ്യനില്ലായിരുന്നോ? ആ പയ്യനാണ് ഈ പയ്യൻ. എന്തായാലും ഹീറോയിനൊക്കെ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. അപ്പൊ അവൻ പറയാണ്, എന്നെ റൗഡി പയ്യന്മാര് വിളിച്ചിട്ടുണ്ട്, എന്തിനാന്നറിയില്ല, അവന്മാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, നിന്നെ റാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന്മാര് വിളിക്കുന്നതെന്ന്. എന്നാലും അവന് പേടിയാണ് ഈ റൗഡി പയ്യന്മാരെ. അതുകൊണ്ട് തന്നെ അവൻ പോവാണ് കേട്ടോ ഈ റൗഡി പയ്യന്മാരെ കാണാനായിട്ട്. വേറൊന്നിനും അല്ല, അവന്മാർക്ക് റാഗ് ചെയ്യാൻ തന്നെ. ഈ പയ്യൻ പോയ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ വേറൊന്നും അല്ല കേട്ടോ. അതായത് നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിലും നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടുത്തെ ഫോണൊക്കെ എടുത്ത് എറിയാണ്. അപ്പൊ ഹീറോയിൻ ചെന്ന് കാര്യം തിരക്കുകയാണ്, എന്താ പ്രശ്നമെന്ന്. അപ്പൊ അവൻ പറയുകയാണ്, ഈ ഫോണിലാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ആ ഫോൺ കോൾ എടുത്ത് നോക്കുന്ന സമയത്ത് ആരും സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് ഈ പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നത്, ഈ ഫോൺ ഒന്നും കണക്റ്റഡ് അല്ല, പിന്നെ എങ്ങനെയാണ് ഇതിനകത്തോട്ട് കോൾ വരുന്നത്? ഇതെല്ലാം കള്ളത്തരമാണ്. ആരാണ് നമ്മളെ ഫോൺ വിളിക്കുന്നത് കണക്ട് ചെയ്യാതെ? അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ആ ഫ്രസ്ട്രേഷൻ ആണ് പ്രസിഡന്റ് ആ റൂമിൽ തീർത്തത് കേട്ടോ. ആ ഫോണൊക്കെ തട്ടി തല്ലി പൊട്ടിച്ച്. ഇതേ നേരം കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഉള്ള ഫയൽ റെക്കോർഡ് നോക്കുകയാണ് കേട്ടോ. ആ റെക്കോർഡ് നോക്കുന്ന സമയത്ത് ആ റെക്കോർഡിനകത്ത് ഒരു ഫയലും ഇല്ല, എല്ലാം കാലിയാണ്, വെറും കവർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവിടുത്തെ കമ്പ്യൂട്ടർ ഓൺ ആക്കി നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഓൺ ആവുന്നില്ല. അപ്പൊ ഈ ബിൽഡിങ്ങിന് ടോട്ടലായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഇതിനുശേഷം ആ പയ്യനെ കാണിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ട് നടന്നുവെങ്കിലേ ആ പയ്യനാണെങ്കിൽ റൗഡി പയ്യന്മാർക്ക് പോയിരുന്ന് സംസാരിക്കുകയാണ്. യവന്മാരാണെങ്കിൽ ഇവനൊരു മാഗി കൊടുക്കുകയാണ്, എന്നിട്ട് കഴിച്ചോളാൻ പറയാണ്. എന്തായാലും കാരണം ഇല്ലാതെ യവന്മാർ ആ ഫുഡ് കൊടുക്കൂലല്ലോ. അപ്പൊ ഇവൻ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഈ റൗഡി പയ്യൻ ചോദിക്കുകയാണ്, നിനക്ക് ഈ മാഫിയ എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഈ നടക്കുന്നതിന്റെ റൂൾസ് ഒക്കെ നിനക്ക് അറിയാമോ? എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടതെന്ന്. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഒരു തരം ഗെയിമാണ്, അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് സിവിലിയൻ ഉണ്ട്, പോലീസ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, പിന്നെ മാഫിയ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കള്ളനും പോലീസും കളിക്കൂലേ, അതുപോലത്തെ ഒരു ഗെയിമാണ്. നമ്മൾ കണ്ടുപിടിക്കണം ആരാന്ന്. അതായത് ഇവര് വോട്ടിങ്ങിലൂടെ കണ്ടുപിടിക്കും, നമ്മൾ ചൂണ്ടിക്കാണിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം കറക്റ്റ് കള്ളനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനകത്ത് കളി ജയിക്കും, ഇല്ലെങ്കിൽ ഇവർക്ക് എന്താ പറ്റുമെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. അതേപോലെ തന്നെ ഇവർ മാഫിയയെ കണ്ടുപിടിക്കണം, കറക്റ്റായിട്ട് മാഫിയയ്ക്ക് വോട്ട് കൊടുക്കണം. അല്ലാതെ തെറ്റിച്ചാർക്കെങ്കിലും വോട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വോട്ട് കൂടുന്നതനുസരിച്ച് അവർ മരിച്ചുള്ള ചാൻസ് കൂടുതലാണ്. ഇതേ നേരം നമ്മുടെ വൈസ് പ്രസിഡന്റും കുറച്ച് ടീംസുമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗെയിമിനെ പറ്റി തന്നെ. അവരും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. സിവിലിയന്, പോലീസ്, ഡോക്ടർ, പിന്നെ മാഫിയയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല ഇവർക്ക് ഏത് ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നതെന്ന്, മാഫിയാണോ പോലീസാണോ എന്നൊന്നും പറയാൻ പാടില്ല. അവരൊരു വോട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ വോട്ട് തെറ്റിപ്പോവാണെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോവാം, ഇല്ലെങ്കിൽ മാഫിയ മരിച്ചു പോവാം. മാഫിയക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. മാഫിയയെ കണ്ടുപിടിക്കുകയാണ്
ഇവരുടെ മെയിൻ ടാസ്ക്. ഇതിനുശേഷം മെഡിക്കൽ റൂമാണ് കേട്ടോ കാണിക്കുന്നത്. മെഡിക്കൽ റൂമിലാണെങ്കിൽ നമ്മുടെ സ്പോർട്സ്മാൻ ഉണ്ട്. സ്പോർട്സ്മാന്റെ കൂട്ടുകാരൻ മരിച്ചുപോയി കേട്ടോ. അതായത് അവന്റെ ടീമിലുള്ള വേറൊരു പയ്യനായിരുന്നു. അവനെയാണ് കൈ പിടിച്ചുകൊണ്ടിരുന്നപ്പം അവൻ പെട്ടെന്ന് മറിഞ്ഞു നിന്നിട്ട് മരിച്ചുപോയത്. ഇതേ നേരം ഷോർട്ട് ഹെയറിന്റെ കാലിൽ ഒരു മുറിവുണ്ട് കേട്ടോ. അതായത് അവൾ ആ മലയുടെ മണ്ടയിൽ നിന്ന് വീണില്ലേ, അത് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ആരാണ്? ഈ സ്പോർട്സ്മാൻ. അപ്പം ഷോർട്ട് ഹെയർ ആണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ വിഷമം കാരണം. അവൾ പറയുന്നുണ്ട്, അപ്പോഴേ എന്റെ കാല് ഉളുക്കിയ സമയത്ത് ഞാൻ അവരോട് പറയേണ്ടതായിരുന്നു അങ്ങോട്ട് പോകണ്ട, നമുക്ക് തിരിച്ചു പോകാന്ന്. അത് കാരണമല്ലേ അവരങ്ങോട്ട് പോയിട്ട് ആ പയ്യൻ മരിച്ചു പോയതെന്ന്. എന്നാൽ സ്പോർട്സ്മാൻ പറയുകയാണ്, നീ കാരണമൊന്നുമല്ല മരിച്ചു പോയത്. ഇനി നിന്റെ കാല് വയ്യെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞാലും ഇവരാരും കേൾക്കത്തില്ല. അവർ പോയി നോക്കിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ നീ ഒരു കുറ്റക്കാരിയല്ലാന്ന് ഈ സ്പോർട്സ്മാൻ ഷോർട്ട് ഹെയറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്പോർട്സ്മാന്റെ കൂട്ടുകാരനല്ലേ മരിച്ചത്. ഈ സ്പോർട്സ്മാന് നല്ല വിഷമമുണ്ട് കേട്ടോ. അവൻ കരയുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈ സ്പോർട്സ്മാൻ ഷോർട്ട് ഹെയറിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഈ ആശ്വസിപ്പിക്കുന്ന സമയത്ത് സ്പോർട്സ്മാനും ഷോർട്ട് ഹെയറും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇഷ്ടം അങ്ങനെ വരികയാണ്. എന്തായാലും ഈ ഷോർട്ട് ഹെയർ പറയാണ്, ഇവിടുന്ന് രക്ഷപ്പെട്ട ഉടനെ നിന്റെ ഗെയിം കാണാൻ ഞാൻ വരാണ്. അതായത് ഇവൻ വോളിബോളോ ഫുട്ബോളോ എന്താ കളിക്കുന്ന ഒരു പയ്യനാണ്. അപ്പം അവന്റെ ഗെയിം കാണാനായിട്ട് അവള് വരാന്നാണ് പറയുന്നത്. ഈ ഗെയിം കഴിഞ്ഞ ശേഷം, ഈ ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടുകാരി പെൺകുട്ടിനെയും ഹീറോയിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ ഗെയിം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് ഇവർ നിരീക്ഷിക്കുന്നത്, ഈ അനൗൺസ്മെന്റ് ആരാണ് വിളിച്ച് പറയുന്നത്, എവിടെ നിന്നാണ് വിളിച്ച് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. ഇവർക്കാർക്കും അറിയില്ല ആരാണ് ഈ അനൗൺസ്മെന്റ് വിളിച്ച് പറയുന്നതെന്നും പിന്നെ അത് മാത്രമല്ല എങ്ങനെയാണ് ഈ ആൾക്കാർ മരിച്ചു വന്നതെന്നും ഇവർക്കറിയത്തില്ല. അങ്ങനെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുകയാണ് അവർ. ഇതിനുശേഷം വൈസ് പ്രസിഡന്റിനെയും ടീമിനെയും കാണിക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. നമുക്ക് ഈ പെൺകുട്ടീനെ പിങ്കി എന്ന് പറയാം. കാരണം ഇതൊരു ഷോർട്ട് ക്യാരക്ടറാണ്. എപ്പോഴാണ് മരിച്ചു വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു പിങ്ക് സ്ലൈഡ് ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിങ്കി എന്ന് പേരിട്ടത്. നമുക്ക് പിങ്കി എന്ന് തന്നെ പറയാം. എന്തായാലും ഈ പിങ്കിയും വൈസ് പ്രസിഡന്റുമായിട്ട് വഴക്കാവുകയാണ്. വൈസ് പ്രസിഡന്റ് പറയുന്നതെന്ന് വെച്ചാൽ ആ സൈക്കോ പയ്യൻ മരിക്കാൻ കാരണം ഈ പിങ്കി എന്നാണ്. കാരണം ഈ സൈക്കോ പയ്യൻ തന്നെ ഇറന്ന് വാങ്ങിച്ചതാണ് അവന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി, അതായത് പിങ്കി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് തന്നെ വോട്ട് കൊടുക്കാൻ. അങ്ങനെയാണ് ഈ സൈക്കോ പയ്യന് വോട്ട് കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വൈസ് പ്രസിഡന്റ് ഇതും പറഞ്ഞിട്ട് ഈ പിങ്കി എടുത്ത് വഴക്കൂടാണ്. എന്നാൽ ഈ പിങ്കി ആണെങ്കിൽ തിരിച്ചും വഴക്കൂടാണ്. മറ്റേ പയ്യനില്ലേ, സ്പോർട്സ്മാന്റെ കൂടെ ഉള്ള വേറൊരു കൂട്ടുകാരൻ പയ്യൻ, മരിച്ചുപോയ മലയുടെ മണ്ടേന്ന് വീണ് മരിച്ചുപോയ പയ്യൻ, ആ പയ്യന്റെ കയ്യിൽ എവളല്ലേ പിടിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ അവൻ മറിഞ്ഞു വീണിട്ട് അവൻ മരിച്ചുപോയത്. അതിന് കാരണം ഈ വൈസ് പ്രസിഡന്റാന്ന് പറഞ്ഞിട്ട് പിങ്കി വൈസ് പ്രസിഡന്റിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്. അപ്പം ഇവര് തമ്മിൽ അവിടെ വെച്ച് ചെറിയൊരു പ്രശ്നം ആവുകയാണ് കേട്ടോ. എന്തായാലും അവിടെയുള്ള കൂട്ടുകാരെ ഇവരെ പിടിച്ചു മാറ്റുകയാണ്. വഴക്കുണ്ടാക്കാതെ അടി കൂടാതെ മാറ്റി നിർത്തുകയാണ്. ഇതിനുശേഷം റൗഡി പയ്യന്മാരെ കാണിക്കുകയാണ് കേട്ടോ. യുവമാരാണെങ്കിൽ അവൻ നൂഡിൽസ് കഴിക്കുന്ന സമയത്ത് തന്നെ ആ പയ്യന്റെ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് അവന്റെ ഫോണിൽ ആർക്കാവൻ വോട്ട് കൊടുത്തെന്ന് നോക്കാണ്. എന്നാൽ ആ ഫോണിൽ അതൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അത് മാത്രമല്ല ആ പയ്യന്റെ ഫോൺ എടുത്തിട്ട് ഈ റൗഡി പയ്യനാണെങ്കിൽ വോട്ട് ചെയ്യാൻ നോക്കുകയാണ് വേറെ ആൾക്കാർക്ക്. എന്നാൽ അത് നടക്കുന്നില്ല. ഈ വോട്ട് ചെയ്യണമെങ്കിൽ അവരവരുടെ ഫോണിൽ അവരവരുടെ താല്പര്യപ്രകാരം അവരവർ കൈ പിടിച്ചിട്ട് ഞെക്കിയാൽ മാത്രമേ വോട്ട് ആവത്തുള്ളൂ, അല്ലെങ്കിൽ വോട്ട് ആവത്തില്ല. റൗഡി പയ്യനാണെങ്കിൽ ആ പയ്യനെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ കൈ വെച്ച് വോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും നടക്കുന്നില്ല. അവരവരുടെ താല്പര്യപ്രകാരം മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, ആ പയ്യനെ ആണെങ്കിൽ അവന്മാർ നന്നായിട്ട് റാഗ് ചെയ്തിട്ട് താഴെ പിടിച്ചു നിർത്തുകയാണ്. അവനെ പിടിച്ച് മുഖം തറയിൽ ഉരയ്ക്കുകയാണ്. എന്ത് ക്രൂരതയാണെന്ന് നോക്കിക്കേ. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയും ടീംസും അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഹീറോ വന്നിട്ട് ഈ പയ്യനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. എന്നാൽ ഈ റൗഡി പയ്യന്മാര് സമ്മതിക്കുന്നില്ല കേട്ടോ. ഹീറോ മീൻസ് നമ്മുടെ പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റിനെ സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ പ്രസിഡന്റിനെ അവന്മാര് അടിക്കാൻ പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ സ്പോർട്സ്മാൻ അങ്ങോട്ട് വരുവാണ് കേട്ടോ. സ്പോർട്സ്മാൻ വന്നിട്ട് യവന്മാരെ എല്ലാവരെയും അടിച്ച് നുറുക്കുകയാണ്. ഈ സ്പോർട്സ്മാന്റെ മുമ്പിൽ അവന്മാർക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. 3 റൗഡി പയ്യന്മാരെ അടിച്ച് ഒതുക്കുകയാണ്. അപ്പൊ ഈ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് നടന്നു പോവാണ്. അതായത് ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് ഈ ഗെയിമിനെ പറ്റി സംസാരിക്കാൻ പോവാണ്. എന്നാൽ ഈ റൗഡി പയ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. അവനാണെങ്കിൽ ഒരു കത്രിക എടുത്തിട്ട് ഈ സ്പോർട്സ്മാനെ കുത്താൻ വരികയാണ്. ഇതേ നേരം തന്നെ ഹീറോ അവനെ പിടിച്ചു നിർത്താണ്. ഈ റൗഡി പയ്യനെ പിടിച്ചു നിർത്താണ് കുത്താതെ. എന്തായാലും ഇതൊക്കെ കണ്ട നേരത്ത് ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ റൗഡി പയ്യന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. നിനക്ക് ഈ അവസ്ഥയിൽ തന്നെ ഒരാളെ കൊല്ലണമല്ലേ, ഈ ഗെയിം തന്നെ നമ്മളെ കൊന്നോണ്ടിരിക്കുക, എന്നിട്ട് നീ ഈ അവസ്ഥയിൽ നമ്മളെല്ലാരും കൊല്ലടാ, നീ ഒരു മനുഷ്യനാണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഹീറോയിൻ ആണെങ്കിൽ അവനെ വഴക്ക് പറയാണ്. പക്ഷെ അവനൊരു കുലുക്കോ ഇല്ല കേട്ടോ. അവന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ഒരു ഹാളിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഹീറോ, അതായത് പ്രസിഡന്റ് എല്ലാവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ ആരും വോട്ട് ചെയ്യുന്നില്ല, നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മരിച്ചു വന്നത്. അതുകൊണ്ട് നമ്മൾ ആരും വോട്ട് ചെയ്യാതെ ഇന്നത്തെ ദിവസം നമ്മൾ കടത്തി വിടാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ആരും വോട്ട് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ അതിനകത്ത് മുടി കളർ ചെയ്ത ഒരു പെൺകുട്ടി പറയാണ്, നമ്മളിപ്പം വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞാലും ആരെങ്കിലും അറിയാതെ ഒരാൾ വോട്ട് ചെയ്താലോ, അപ്പൊ എന്തായാലും അയാൾ മരിച്ചു പോകത്തില്ലേ. അതുകൊണ്ട് തന്നെ ഫോൺ കളക്ട് ചെയ്ത് വെക്കാൻ തീരുമാനിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പൊ ആദ്യമൊന്നും ആൾക്കാർ സമ്മതിക്കൂല കേട്ടോ ഫോൺ കളക്ട് ചെയ്ത് വെക്കാനായിട്ട്. എന്തായാലും പ്രശ്നം വന്നാൽ ഫോൺ എടുക്കണ്ടേ. ഇതേ നേരം തന്നെ റൗഡി പയ്യൻ അങ്ങോട്ട് വരുവാണ്. റൗഡി പയ്യൻ ഒരു മഞ്ഞ ബാസ്ക്കറ്റും കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ആ ബാസ്ക്കറ്റിൽ ആദ്യം തന്നെ അവന്റെ ഫോൺ ഇടുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാണ്, പ്രസിഡന്റ് പറഞ്ഞത് കറക്റ്റ് ആണ്, നമ്മൾ വിശ്വാസം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്താലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോൺ കളക്ട് ചെയ്യാൻ
ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ഫോണും ആ ബാസ്ക്കറ്റിൽ കളക്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം എല്ലാവരും ആ ബാസ്ക്കറ്റിന് ചുറ്റും ഇരിക്കുകയാണ്. ആരെങ്കിലും ഫോൺ അടിച്ചു മാറ്റിയാലോ എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണ്. എന്തായാലും ഈ വോട്ടെടുപ്പ് കഴിയുന്നത് 12 മണിക്കാണ്. ആ 12 മണിയാവുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അനൗൺസ്മെന്റ് ഒന്നും കേൾക്കുന്നില്ല. അപ്പം ഇത് കേട്ട സമയത്ത് എല്ലാവർക്കും നല്ല സമാധാനമാവുന്നുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ സന്തോഷം കാരണം കരയുന്നവരെ ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഷോർട്ട് ഹെയറും പിന്നെ സ്പോർട്സ്മാനുമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് സന്തോഷം കാരണം. പിന്നെ ഹീറോയിൻ കരയുന്ന കണ്ടിട്ട് പ്രസിഡന്റ് ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നടക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. നിങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത പക്ഷത്തോളം നിങ്ങൾ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുമെന്ന്. ഇത് കേട്ട സമയത്ത് എല്ലാവരും നന്നായിട്ട് പാനിക് ആവുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഓരോരുത്തരായിട്ട് പൊസസ് ആവുകയാണ്. അതായത് അവരുടെ കൺട്രോളിൽ നിന്ന് അവരങ്ങ് പോവുകയാണ്. അവരുടെ മൈൻഡ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരുത്തരായിട്ട് മരിച്ചു വീണ് തുടങ്ങുകയാണ്. ഓരോ അനൗൺസ്മെന്റിൽ അവരുടെ പേരും വിളിച്ച് പറയുന്നുണ്ട്. ഇതുകൂടെ കണ്ട സമയത്ത് എല്ലാവരും നന്നായിട്ട് പാനിക് ആവുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇതേ നേരം തന്നെ റൗഡി പയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ആ ഫോൺ ആരും അറിയാതെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ആ ഫോണുണ്ട്. എന്നിട്ട് അവന്റെ മുഖത്ത് ഒരുമാതിരി ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ചിരിയും വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. ആ ബാസ്ക്കറ്റിന്റെ ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയാണ്. ആ ബാസ്ക്കറ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തല്ലുകൂടുക, അത് പിടിച്ച് വലിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ വേറൊരു പെൺകുട്ടി കൺട്രോൾ തെറ്റിയിട്ടാണെങ്കിൽ നടന്നു പോവാണ്. അവളുടെ കൺട്രോളിലല്ല. അവൾ നേരെ ചെന്നിട്ട് കറണ്ടിന്റെ ഫ്യൂസ് വലിച്ചു വരികയാണ്. ആ വയറൊക്കെ വലിച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് സ്വന്തം വായിൽ വെച്ചിട്ട് എർത്തടിപ്പിക്കുകയാണ് കേട്ടോ. അതായത് അവൾ ഷോക്ക് അടിച്ചിട്ട് അവൾ മരിച്ചുപോയി. അപ്പൊ പെട്ടെന്ന് തന്നെ അവിടുത്തെ കറണ്ട് എല്ലാം അങ്ങ് പോവുകയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് കണ്ണൊന്നും കണ്ടുകൂടാ. പിന്നെ ഒരു ചുമന്ന ലൈറ്റ് മാത്രം ഇടയ്ക്ക് ഇങ്ങനെ മിന്ന കത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ് കേട്ടോ. അവരവരുടെ ഫോണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫോണില്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കും. അപ്പം ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇവരിൽ എത്ര പേര് മരിച്ചു വീഴും, ഇവരിൽ ആരൊക്കെ ആയിരിക്കും മരിച്ചു വീഴാൻ പോകുന്നത്, എന്തായിരിക്കും സംഭവം, ഇവരെവിടെയും കുടുങ്ങിക്കിടക്കുകയാണോ, ആരാണ് ഈ ഗെയിം കളിപ്പിക്കുന്നത് അവരെ കൊണ്ട്, എന്തായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം, സാർ എന്ത് ചെയ്യും, സാറിനെ കാണാനില്ല, ഇത് ഏതാ ബിൽഡിംഗ്, ഇത് ഏതാ സ്ഥലം എന്നൊക്കെ അറിയണ്ടേ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കണ്ടാലോ. അപ്പം ഓക്കെ, ബൈ.